ഭാവനയാണത്. അതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള് മൗലിദ് ഓതലും അതുപോലെ തന്നെ പിന്നൊരു വിഷയം കൂടി ചിന്തിക്കും. ഒരു പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. എന്തറിയോ? റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കലും ബഹുമാനിക്കലും ആദരിക്കലും മൗലിദ് പാരായണം ചെയ്യലും മജ്ലിസ് ഉണ്ടാക്കലും അവരുടെ അന്നദാനം ചെയ്യലും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാം പഠിപ്പിച്ച മുഖ്യമായ ഇസ്ലാം കാര്യങ്ങളുണ്ട്. നിസ്കാരം പോലത്തെ കാര്യങ്ങൾ, നിഷേധിച്ച കള്ളുകുടി, വ്യഭിചാരം, ഗാഞ്ചവലി, കഞ്ചാവ്, അതുപോലെ തന്നെ കക്കുക, കൊല ചെയ്യുക, കള്ളത്തനം നടത്തുക, ഇതുപോലത്തെ റസൂലുള്ളാഹി തങ്ങളും ഇസ്ലാം നിഷ്കർഷിച്ച കാര്യങ്ങൾ അത് പാലിക്കാതെ, നിസ്കാരം നിസ്കരിക്കാതെ റബീഉൽ അവ്വലിലെ 12ന്റെ അന്ന് മാത്രം രാവിലെ വന്നിട്ട് ഒരു പച്ചത്തട്ടം ധരിച്ചിട്ട് അവനാണ് ഈ റാലിയിലെ മുമ്പതിൽ നിന്ന് കുലു തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുവെങ്കിൽ അവൻ പ്രവാചക സ്നേഹിയാവുകയില്ല. അവര് പ്രവാചക സ്നേഹി എങ്ങനെ ആകും? പ്രവാചക സ്നേഹം എന്നുള്ളത് വെറും ഈ ഒരു പ്രകടനത്തിന് മാത്രമല്ല, മൗലിദ് മജ്ലിസിൽ മാത്രമല്ല, അതും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. വെറും മൗലിദുകൾ ഓതൽ പുണ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം മുഖ്യമായത് ജീവിതത്തിൽ പ്രവാചകന്റെ ആ ചര്യകളെ അനുവർത്തിക്കുക, കള്ളുകുടി ഒഴിവാക്കുക, നീചത്തരങ്ങൾ ഒഴിവാക്കുക, വേണ്ടത്തരങ്ങൾ ഒഴിവാക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അയൽവാസികളെ സ്നേഹിക്കുക, മുഅ്മിനീങ്ങളോട് പരസ്പരം ഐക്യത്തിൽ പെരുമാറുക, ഇതുപോലത്തെ സന്ദേശങ്ങൾ നാം ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളും അവിടുത്തെ അദ്കാറുകളും ജീവിതത്തിൽ അനുവർത്തിക്കുകയും അതോടൊപ്പം റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹുകളെയും പറയുകയും മീലാദ് ഉണ്ടാക്കി, അതാണ് യഥാർത്ഥമായ സുന്നി. പിന്നെ നിസ്കാരമില്ല, നോമ്പുമില്ല, സക്കാത്തുമില്ല, താന്തോന്നിയായി ജീവിച്ചു, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു സുന്നിയാകുന്നത് അതൊരിക്കലും നമുക്ക് സുന്നത്ത് ജമാഅത്തിന് അനുയോജ്യമല്ല, യോജിച്ചതല്ല. അതുകൊണ്ട് ആ കാര്യം കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് നമ്മുടെ മങ്കൂസ് മൗലിദ്? ബാക്കി വിഷയം ഇവിടെ. മങ്കൂസ് മൗലിദ് എന്താണ് ഉള്ളത്? അതിൽ പാടുന്ന പദ്യങ്ങൾ എന്നാണ്? അതിന്റെ തുടക്കം എന്താണ്? സുബ്ഹാനല്ലദീ യത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. തുടക്കം അങ്ങനെയാണ്. അല്ലാഹു പരിശുദ്ധനാണ്. തുടക്കം എന്താണ്? അല്ലാഹുവിനെ പരിശുദ്ധനാക്കിക്കൊണ്ട് സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. എങ്ങനെയുള്ള പരിശുദ്ധൻ? അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ നമുക്ക് പ്രത്യക്ഷപ്പെടുത്തി. ഖമറ നബിയിൽ ഹുദാ, ഏതുപോലത്തെ നക്ഷത്രങ്ങൾക്കിടയിൽ തിളങ്ങുന്ന ചന്ദ്രനെ പോലത്തെ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഞങ്ങളിലേക്ക് വന്ന അല്ലാഹു പരിശുദ്ധനാണ്. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. അവൻ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി അവന്റെ നൂറാണ്, പ്രവാചക റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശമാണ് പടച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ കാണാം, ആദ്യമായി ഈ ലോകത്ത് ഉണ്ടായത് പടച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റുള്ള അമ്പിയാക്കളും പടച്ചത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് മഹർ ആയിട്ടുള്ളത് ആദം നബി അലൈഹി. അപ്പോൾ എവിടുന്നാണ് നിങ്ങൾ മുഹമ്മദ് നബി കേട്ടതെന്ന് ചോദിച്ചപ്പോൾ ചരിത്രത്തിൽ കാണാം, മുഹമ്മദിന്റെ ആ നബിയുടെ പ്രകാശത്തിൽ നിന്നാണ് അവിടുത്തെ അമ്പിയാക്കന്മാരെയും അവിടുത്തെ മറ്റുള്ള എല്ലാവരെയും പടച്ചിട്ടുള്ളത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. എന്നിട്ട് സമ്മാഉ മുഹമ്മദ്